പ്രശസ്ത ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പോൾ ജെ ആലപ്പാട്ട് സാറുമായിട്ടുള്ള ചർച്ച തുടരുന്നു. ചെറിയ കുട്ടിയായിരിക്കെ അപസ്മാരം വരും. പിന്നീട് അപസ്മാരത്തിൻ്റെ ഒരു ലക്ഷണങ്ങളോ ഒന്നും കാണിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഒരു പ്രത്യേക പ്രായപരിധി കഴിഞ്ഞാൽ വീണ്ടും അപസ്മാരം വരാനുള്ള സാധ്യതയോ അങ്ങനെ എന്തെങ്കിലും? അത് ഏത് ടൈപ്പ് അപസ്മാരം, ഓരോ സിൻഡ്രോംസ് ഉണ്ട്, ഓരോന്നിനും ഓരോ പേരുണ്ട്. നമ്മൾ അപസ്മാരം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇതൊരു മനുഷ്യനാണെന്ന് പറയുന്നല്ലോ, മനുഷ്യന് കുറേ പേരുകളുണ്ട്, നമ്മൾ പേരുകൾ കൊടുക്കൂല ഓരോരുത്തർക്ക്. അപ്പോൾ അതിൻ്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അത് ഡോക്ടർക്കാണ് പറയാൻ പറ്റുക എങ്ങനെയാണ്. ഇതിപ്പം നമ്മളിപ്പോൾ പോൾ, ജോൺ ഇങ്ങനെ പറയൂല പേരുകൾ. അതേപോലെ തന്നെ നമ്മൾ ആ അപസ്മാരമാണെന്ന് ഡോക്ടർക്ക് കണ്ടാൽ കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവും ഇത് ഈ ടൈപ്പാണ്, ഇത് ആ സമയത്ത് വരാനുണ്ട്, ഈ സമയത്ത് വരാനുണ്ട്, അതിൻ്റെ ചാൻസ് ഇത്രയാണ്, ഇതിനനുസരിച്ച് മരുന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, EEG നോക്കുക, അങ്ങനത്തെ കുറേ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. പക്ഷെ പലപ്പോഴും ചെറുപ്പക്കാലത്താണ് കൂടുതൽ അപസ്മാരം ടെൻഡൻസി. ഗ്രോയിങ് ബ്രെയിനാണ്, അത്രയും സിൻഡ്രോംസ് ഉണ്ട്. ചെറുപ്പത്തിൽ വരുന്ന കുറേ അപസ്മാരങ്ങൾ പിന്നെ അഡൽട്ട്ഹുഡിൽ വരണമെന്നില്ല കൂടുതൽ. ചിലത് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ആ സമയത്ത് ചികിത്സിച്ചാൽ മതി. കുറേ നാളത്തേക്ക് അപസ്മാരമൊന്നും ഇല്ല, മരുന്നൊന്നും കുറേ നാളത്തേക്ക് കഴിക്കുന്നില്ല എന്ന് വെച്ചാൽ പിന്നെ മരുന്ന് വന്നാൽ മാത്രം കഴിച്ചാൽ മതി, വലിയ കുഴപ്പം. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ അപസ്മാരം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനകത്തും ജീവിതത്തിൽ വലിയ ഡിസിപ്ലിൻ ഉണ്ട്. ഉറക്കത്തിൻ്റെ വെള്ളം കുടിക്കാനും ഡീഹൈഡ്രേഷനും സ്ട്രെസ്സും ആങ്സൈറ്റിയും അങ്ങനത്തെ കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ പോലും കാണും. ഈ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് ഭയങ്കര സ്ട്രെസ്സ് വരുമ്പോഴും ഉറക്കം ഒഴിക്കുമ്പോഴാണ്. ഒരു മരണ വീട്ടിൽ പോയി അപ്പോൾ അപസ്മാരം വരും. ടൂറിന് പോയി 4 മണിക്ക് എഴുന്നേറ്റ് പുലർച്ചെ കുട്ടി, അപ്പോൾ അന്ന് ടൂറിന് പോയി ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്തു, ഇത് ചെയ്തു, അത് അപ്പോൾ അപസ്മാരം. അതൊക്കെ കോമൺ പ്രസിപ്പിറ്റൻസ് ആണ്. അപസ്മാരം വരാനുള്ള ചില സന്ദർഭങ്ങൾ ഇപ്പം സാറ് ചില സന്ദർഭങ്ങൾ സൂചിപ്പിക്കുകയായി ഉണ്ടായി. വേറെ ഏതെങ്കിലും സന്ദർഭങ്ങൾ ഇതേപോലെ മാനസികമായിട്ട് വിഷമം തട്ടുന്ന സമയം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേറെ ഇതൊക്കെ ബ്രെയിനിലാണ് ഉണ്ടാവുന്നത്. കൂടുതൽ സാധ്യതകളുണ്ട് അത് രീതിയിൽ. നമ്മൾ അപസ്മാരം ഞാൻ പറഞ്ഞത് ഇൻറ്റൻസ് എക്സൈറ്റ്മെൻറ്റ്, ഉറക്കമൊഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനൊരു സാധ്യതയുണ്ട്. അതിനാണ് നമ്മൾ മരുന്ന് കറക്റ്റായ ഡോസിൽ, അതിനാണ് എപ്പോഴും നമ്മൾ കഴിക്കേണ്ട വരാം മരുന്ന്. പൊതുവെ കണ്ടിന്യൂസ് ആയി കഴിക്കേണ്ട ഒരു മരുന്നാണ് ഇത്. നമ്മൾ ഏതെങ്കിലും ദിവസം നിർത്തിക്കഴിഞ്ഞാൽ ആ ദിവസം വരാനൊരു സാധ്യതയുണ്ടാവും. അപസ്മാരം പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കുക എന്നതിലുപരി നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിലാണ്. ചിലപ്പം ഒരു പ്രായമാകുമ്പോൾ അത് തന്നെ കൺട്രോൾ ആവും. ചെറുപ്പത്തിൽ അപസ്മാരം വന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീക്ക് ചെറുപ്പത്തിൽ അപസ്മാരം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഗർഭിണിയായിരിക്കെ ആ ഒരു പ്രസവ സമയത്ത് വീണ്ടും അപസ്മാരം വരാനുള്ള സാധ്യത കൂടുതലാണോ? അത് പല രീതിയിലുള്ള അപസ്മാരം അനുസരിച്ചാണ്. ചില ആൾക്കാർക്ക് കൂടാം, കുറയാം. അത് നമ്മുടെ ഈ ഗർഭിണിയായ സമയത്ത് പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ്റെ ഹോർമോൺ, വേറെ നമ്മൾ അറിയാത്തത് അറിഞ്ഞ ഹോർമോൺസിൻ്റെ ബാലൻസ് ഇതുണ്ട്. അത് കൂടുകയും കുറയുന്നതനുസരിച്ച് ബ്രെയിനിൻ്റെ ഈ അപസ്മാരം വരുന്ന ഒരു ത്രഷ് ഉണ്ട്. ഇതൊക്കെ ഒരു കറണ്ടും വോൾട്ടേജാണ്. അപ്പോൾ അതിനനുസരിച്ച് മാറി അത് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ അപസ്മാരത്തിന് ഓരോ ടൈപ്പ് ഉണ്ട്. അപ്പോൾ കുറേ നാളായിട്ട് അപസ്മാരം വരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അപസ്മാരത്തിൻ്റെ മരുന്ന് കഴിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ അടുത്ത് പ്രത്യേകിച്ച് അപസ്മാരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഗർഭിണിയാകുമ്പോൾ കണ്ടിന്യൂ ചെയ്യണം. അതിന് പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ടുള്ള അപസ്മാരത്തിൻ്റെ മരുന്നുകളുണ്ട്, അതാണ് കഴിക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങളുടെ ഡോക്ടറിനെ സ്ഥിരമായി കാണിക്കണമെങ്കിൽ ഡോക്ടർ തീർച്ചയായും അതിനായിരിക്കും മാറ്റിയോ, അല്ലെങ്കിൽ അതായിരിക്കും ഓൾറെഡി. പ്രത്യേകിച്ച് വിമൻ വിത്ത് എപ്പിലെപ്സി അല്ലെങ്കിൽ വിമൻ വിത്ത് സീഷേഴ്സ് നമ്മൾ പ്രത്യേകിച്ച് ആ ഒരു ആംഗിളിലും കൂടി നമ്മൾ നോക്കിയിട്ടാണ്. കാരണം ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും അതൊക്കെ നോക്കി സേഫ്റ്റിയും ഇതുമൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പൊതുവേ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ആസ്പെക്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ള ചില അസുഖങ്ങളെ പോലെ തന്നെ ഇതും അപസ്മാരവും പാരമ്പര്യമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പാരമ്പര്യം അത്രയ്ക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലായി. അത് ചില അപസ്മാര ഇതുകളല്ലോ, മെജോറിറ്റിയിൽ അത് പാരമ്പര്യമായിട്ട് വരണമെന്നില്ല. അപ്പം നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് ഭയങ്കര ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യത്തിൽ രീതിയിൽ ഇല്ല അതിനകത്ത്. കാരണം ഇതൊക്കെ വന്നാൽ മാത്രം മരുന്ന് കഴിച്ചാൽ മതി. ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞുങ്ങളിൽ പല വൈകല്യങ്ങളും ഒക്കെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളുണ്ടല്ലോ. അതേപോലെ ഈ അപസ്മാരവും ഗർഭാവസ്ഥയിലിരിക്കെ കുട്ടികളിൽ കണ്ടുപിടിക്കാനുള്ള വല്ല സംവിധാനവും ഉണ്ടോ? അല്ലെങ്കിൽ ന്യൂബോൺ ബേബി, ആ ന്യൂബോൺ ബേബിയിലായാൽ പോലും അപസ്മാരത്തിൻ്റെ വല്ല ലക്ഷണങ്ങളും നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാറുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപസ്മാരം ഒരു രോഗലക്ഷണമാണ്. അപ്പോൾ പല രോഗങ്ങളും, തലച്ചോറിൻ്റെ രോഗങ്ങളും അപസ്മാരമായിട്ട് നമുക്ക് ഒരു ലക്ഷണമായിട്ട് വരാം. അപ്പോൾ നമുക്ക് ചികിത്സയിലെ പ്രത്യേകിച്ച് കുറേ രോഗങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ ഒരു രോഗം അമ്മയിൽ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിയോനേറ്റലിൽ സ്ക്രീൻ ചെയ്ത് അത് നമുക്ക് നേരത്തെ ചികിത്സിച്ച് മാറ്റാം. അപസ്മാരം മാത്രം വേറെ ഒരു കാരണമില്ലാണ്ടില്ല ആൾക്കാർക്ക് അതിന് വലിയൊരു പ്രസക്തിയില്ല. കാരണം മിക്ക ആൾക്കാർക്കും ചിലപ്പോൾ വരണം തന്നെയില്ല, മനസ്സിലായോ? അതിന് ടെസ്റ്റിങ്ങിനും ഇല്ല. പലപ്പോഴും പല രാഷ്ട്രങ്ങളിലും കുറേ 100 അസുഖങ്ങൾക്ക് വരെ ജനറ്റിക്, നമ്മൾ ആദ്യം തന്നെ ജനിക്കുന്ന ആൾക്കാർക്ക് സ്ക്രീനിങ് ഒക്കെ ചെയ്ത് അതിനായ ചികിത്സകളൊക്കെ ചെയ്യുന്ന രാഷ്ട്രങ്ങളുണ്ട്. നമ്മുടെ അവിടെയും കുറേ അസുഖങ്ങൾ, കോമൺ ആയ അസുഖങ്ങൾ സ്ക്രീൻ ചെയ്യുന്ന
ഇതുകളുണ്ട്, ഈ ഇതായിട്ട് അമ്മയുടെ കുഞ്ഞിൽ വരുന്ന അസുഖങ്ങൾ. ചെറിയ കുട്ടിയായിരിക്കെ എന്തെങ്കിലും കണ്ട് പേടിച്ചു പോയിട്ട് അല്ലെങ്കിൽ പനി അധികമായിട്ട് അപസ്മാരം വന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ശാരീരിക പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും തന്നെയാണോ ഞാൻ അപസ്മാരത്തിന്? പറഞ്ഞു ഇൻറ്റൻസ് എക്സൈറ്റ്മെന്റ് ഇതൊക്കെ വരുമ്പോൾ അന്ന് ഇത് ചെയ്യാം. പക്ഷെ പലപ്പോഴും പേടിച്ചു എന്ന് പറഞ്ഞാൽ അപസ്മാരത്തിന്റെ ചിലപ്പോൾ ലക്ഷണം തന്നെ പേടിയാവാം. ചില അപസ്മാരത്തിന് മുഖം പിടിച്ചു നിൽക്കും, അപ്പം തന്നെ അത് പേടിച്ചു എന്ന് പറയും. മനസ്സിലായോ? രണ്ടാമത് നിങ്ങൾ ചോദിച്ച ചോദ്യം പനിയായിട്ടില്ല അപസ്മാരം. പനിയായിട്ടില്ല അപസ്മാരം സാധാരണ അപസ്മാരമായിട്ട് വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് ഒരു 5 വയസ്സ് വരെ, ഒരു 6 മാസം അല്ലെങ്കിൽ 1 വയസ്സ് തൊട്ട് 5 വയസ്സ് വരെ ഫെബ്രൈൽ സീഷേഴ്സ് എന്ന് പറയും. അത് നമുക്ക് സ്ഥിരമായിട്ട് അപസ്മാരം എന്ന് പറയാൻ വലിയൊരു ഇതില്ല. പൊതുവേ എന്താണെന്ന് വെച്ചാൽ അവർക്ക് പിന്നെ ഫിറ്റ്സ് വരില്ല. ആ സമയത്ത് നമ്മൾ മരുന്ന് കൊടുക്കേണ്ടിയും ആവശ്യമില്ല. പനി കൺട്രോൾ ചെയ്യലാണ് പൊതുവേ ആവശ്യം. അതൊരു എപ്പിലെപ്സി എന്ന് നമുക്ക് പറയണേറ്റും ഭേദം നമ്മളത് കൂടുതലും ഫെബ്രൈൽ സീഷേഴ്സ് എന്നാണ് പറയുക. അത് ഒരു ബിനൈൻ ആയിട്ടുള്ള കണ്ടീഷൻ വെച്ചാൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന കേസുകളില്ല. അപസ്മാര രോഗികൾ പൊതുവെ ഡ്രൈവ് ചെയ്യാൻ പാടില്ല, അതുപോലെ വെള്ളത്തിനടുത്തേക്ക് പോകാൻ പാടില്ല, തീയിനടുത്തേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. ഇതുപോലെ അപസ്മാര രോഗികൾ ശ്രദ്ധിക്കേണ്ട ചില സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? തീർച്ചയായും നിങ്ങൾ പറഞ്ഞ 3 കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് അടുപ്പത്ത് നമുക്ക് കോമൺ ആയിട്ടെന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് ആ അപസ്മാരം അവിടെ വന്ന് നമ്മൾ പലപ്പോഴും 1-2 വർഷം കൂടുമ്പോൾ വരുന്ന അപസ്മാരങ്ങളുണ്ട്. അപ്പോൾ അവർ പലപ്പോഴും ചോദിക്കും മരുന്ന് എന്തിനാണ് കഴിക്കുന്നത്, അപ്പോൾ ആ ഒരു 1-2 വർഷമല്ലേ വരുന്നില്ല ചെറിയൊരു അപസ്മാരം. പക്ഷെ അതിപ്പോൾ നമ്മുടെ അടുപ്പിൻ്റെ മുമ്പിലാണ്, ഏത് സിറ്റുവേഷനിലാണ് വന്നത്, നമ്മൾ റോഡ് ക്രോസ് ചെയ്യാനുള്ളതാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഇവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് തന്നെ ഓൾട്ടർ ചെയ്യുന്നത്, ജീവിതം തന്നെ മാറ്റുന്ന ഒരു ഇവൻ്റായി മാറും. അപ്പോൾ പലപ്പോഴും നമ്മൾ അതിനകത്തൊരു റൂള് ഫോളോ ചെയ്യേണ്ടത് അപസ്മാരം സ്ഥിരമായിട്ട് കൺട്രോളിലാണെന്ന് വെച്ചാൽ മരുന്ന് കൃത്യമായി കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു 1-2 വർഷമായിട്ട് സീഷേഴ്സോ ഇതൊന്നും വരുന്നില്ല, അപസ്മാരം വരുന്നെങ്കിൽ കൂടുതൽ സേഫാണ്. അല്ലെങ്കിൽ എപ്പോഴും ഒരു കുട്ടിയാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പാരൻസ് എപ്പോഴും ശ്രദ്ധയിൽ വേണം. ഇങ്ങനത്തെ കുട്ടികൾ ഇതാവുമ്പോൾ സ്ഥിരമായിട്ട് ഫിറ്റ്സൊക്കെ വരുമ്പോൾ ഇതിൻ്റെ അടുത്ത് പോകാണ്ടിരിക്കുന്നതാണ് നല്ലത് കുട്ടികൾക്കൊക്കെ. അഡൽസിന് പിന്നെ കൂടുതൽ റെസ്പോൺസിബിളാണ്, അവർക്ക് അറിയാം കൂടുതൽ ഇത് ചെയ്ത്. പക്ഷേ ഇതൊക്കെ റിസ്ക്കില്ല കാര്യങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ച് അപസ്മാരം കൺട്രോൾ അല്ലാണ്ടാവുമ്പോൾ. അപസ്മാര രോഗികളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന സന്ദർഭങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അത് അവരിലുണ്ടാക്കുന്നൊരു മാനസികാവസ്ഥ വലുതല്ലേ? പെണ്ണിനോടിലെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസത്തിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെയും ഉണ്ട്. അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്, പ്രത്യേകിച്ച് കല്യാണം കഴിക്കുന്ന സമയത്തും ഇതും അവരുടെ അച്ഛനും അമ്മയും. അപ്പോൾ അതിനൊക്കെ കൗൺസിലിങ്ങും അത് പലപ്പോഴും പല പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യണതാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഇത് കല്യാണ സമയത്തും പ്രശ്നങ്ങളും ഇത് ഡിവോഴ്സിലും ഇതിലുമൊക്കെ പോകുന്നു. പക്ഷേ അപസ്മാരം എന്ന് പറഞ്ഞ അസുഖം പല കേസുകളിലും മരുന്ന് കൃത്യമായി കഴിച്ചാൽ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ ബുദ്ധിശക്തിക്ക് വേറെ ഒന്നിനും ഒരു കുഴപ്പം യൂഷ്വലി ഉണ്ടാവാറില്ല. നോർമലായിട്ട് ജീവിച്ച് നോർമൽ കാലാവധിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. ഒരു സ്ട്രോക്ക് വന്നാൽ തളർച്ച വന്നാൽ ചിലപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്താലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് കറക്റ്റായി മരുന്ന് കഴിച്ച് കൺട്രോൾ ചെയ്താൽ ആൾക്ക് നോർമലായ പല കാര്യങ്ങളും ചെയ്യാം. ഇപ്പോൾ ബുദ്ധിശക്തിയൊക്കെ പ്രശ്നം ആദ്യം തന്നെ ഇല്ല. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഓക്സിജൻ കുറഞ്ഞു ഡെലിവറി സമയത്ത്, അപ്പോൾ അപസ്മാരം ഉണ്ടാവും, ബുദ്ധി കുറവുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് അപസ്മാരം മാത്രമായിട്ടുള്ള ഒരാളാണെന്ന് വെച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ മരുന്ന് കഴിച്ച് കൺട്രോളിലാണെന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ലാണ്ട് ജീവിതം നോർമലായ ആൾക്ക് പോലെ ജീവിക്കാൻ പറ്റും. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിൽ കൂടുതലായിട്ട് ഈ അപസ്മാരം വരുന്നുണ്ടല്ലോ, അതിനെന്തെങ്കിലും പ്രത്യേക കാരണം? അത് ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആളുടെ നമുക്ക് പ്രവർത്തനം എന്ന് വെച്ചാൽ ബുദ്ധിയുടെ പ്രവർത്തനമൊക്കെ കുറച്ച് കുറവാകും. അത് പലപ്പോഴും തലച്ചോറിൻ്റെ പ്രശ്നങ്ങളോ അത് കാരണമായിരിക്കും, ജനിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ജനറ്റിക്കോ അങ്ങനത്തെ എന്തെങ്കിലും അസുഖമോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അപസ്മാരം രോഗലക്ഷണമാണ്. അപ്പം ഈ ബുദ്ധി കുറവ് രോഗലക്ഷണം പോലെ ഡിഫറൻഷ്യൽ ഏബിൾ രോഗലക്ഷണം പോലെ അപസ്മാരം അതിൻ്റെ കൂടെ തന്നെ പോകുന്ന രോഗലക്ഷണം എന്ന് വെച്ചാൽ അവിടുത്തെ സർക്യൂട്ട്സ് ഡിസോർഡറാണ്. ആ സർക്യൂട്ട്സ് ഡിസോർഡർ ആയതുകൊണ്ടാണ് അവർ ഡിഫറൻഷ്യൽ ഏബിൾഡ് ആണ്, അതിൻ്റെ കൂടെ അവർ അപസ്മാരമുണ്ട്. അപ്പോൾ രണ്ടും കൂടി ആവുമ്പോൾ അത് അതിൽ കൂടുതൽ സ്വാഭാവികമായിട്ട് കാണും. ഈ അപസ്മാരം വരുന്ന സമയത്ത് രോഗികളിൽ പെട്ടെന്ന് ഇരുമ്പ് എടുത്ത് കയ്യിൽ കൊടുക്കുന്ന ഒരു പരിപാടി കാണാറുണ്ട്. ഇതിൽ എന്തെങ്കിലും ശാസ്ത്രീയ വശം വല്ലതുമുണ്ടോ? അത് പൊതുവേ സയൻറ്റിഫിക് ബേസിസ് ഒന്നുമില്ല. പക്ഷേ ആൾക്കാർ അതിനകത്ത് എഫക്റ്റ് ഉണ്ടെന്ന് പറയാൻ ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ആൾക്ക് അപസ്മാരം വരുമ്പം പൊതുവേ ഒരു 1-2 മിനിറ്റ് എടുക്കും ഒരു ഇരുമ്പിൻ്റെ സാധനം കണ്ടുപിടിക്കാൻ. പൊതുവേ എല്ലാ 80 to 90% ആയ സീഷേഴ്സും ഈ 2 മിനിറ്റിൽ അത് കുറയും തന്നെ, ആ ബലം പിടിക്കുന്ന ഇത്. അപ്പോൾ അത് കൊടുക്കുമ്പോഴേക്കും കുറയും. അപ്പോൾ അതിന് എഫക്റ്റ് ഉണ്ടെന്ന് പറയും. അത് പല കാര്യങ്ങളും ഇൻസിഡൻ്റലായിട്ട് ഇത് ചെയ്തു, പക്ഷേ അതിനൊരു എഫക്റ്റ് പൊതുവേ കാണുന്നില്ല. പാർക്കിൻസൺസ് എന്ന അസുഖത്തെക്കുറിച്ച് സാർ ഒന്ന് വിശദീകരിക്കാമോ? പാർക്കിൻസൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ ഒരു അസുഖമാണ്. തലച്ചോറിൻ്റെ പ്രത്യേക ഒരു ഏരിയയിലത്തെ
ഒരു ന്യൂറോൺസ് അല്ലെങ്കിൽ കോശങ്ങൾ ആ കെമിക്കൽ സെക്രീറ്റ് ചെയ്യുന്നത് കുറവാവേണ്ടതാണ്. കാരണം ആ കോശങ്ങളുടെ അളവ് കുറയുന്നതുകൊണ്ടാണ്. ഒരു ഡീജനറേറ്റീവ് അസുഖമാണ്. ഡീജനറേറ്റീവ് എന്ന് ഒരു ചുരുക്കത്തിൻ്റെ ഒരു അസുഖമാണ്. അത് പൊതുവേ നമുക്ക് വിറയൽ, നമ്മുടെ മൂവ്മെൻറ്റിൻ്റെ സ്പീഡ് കുറയുക, നടത്തത്തിൻ്റെ സ്പീഡ് കുറയുക, നടത്തത്തിൻ്റെ ബാലൻസ് കുറയുക, പോസ്ചറൽ ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നമ്മൾ സ്റ്റെബിലിറ്റി പോകാണ്ടിരിക്കുക ഇതിൻ്റെ ഈ അസുഖങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു പിടുത്തം, റിജിഡിറ്റി എന്ന് പറയും. ഇതൊക്കെയാണ് പാർക്കിൻസോണിസം എന്ന് പറയാം. പാർക്കിൻസോണിസം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിംറ്റമാണ്. അതിൻ്റെ പല ടൈപ്പ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും കോമൺ ആയിട്ട് ആൾക്കാർ കാണുന്നതാണ് പാർക്കിൻസൺസ് ഡിസീസ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പാർക്കിൻസൺസ് ഡിസീസ്. അത് നമ്മൾ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വെച്ചാൽ നമുക്കത് കൂടുതൽ നന്നായി ചികിത്സിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. ബാക്കിയുള്ള പല കാര്യങ്ങളും ഈ പാർക്കിൻസോൺസ്, നമ്മൾ സ്ട്രോക്ക് കാരണം പാർക്കിൻസോൺസം വരും. ഞാൻ നേരത്തെ പറഞ്ഞ രക്തക്കുഴൽ ബ്ലോക്ക് ആ ഏരിയയിൽ ഡാമേജ് വന്ന കോൺസൺ ജനറ്റിക്കായിട്ട് പാരമ്പര്യമായിട്ട് വരും, പല കാരണങ്ങൾ കൊണ്ട് വരും. പാർക്കിൻസൺസ് ഡിസീസിന് നമുക്ക് കൃത്യമായ കാരണങ്ങൾ എന്തുകൊണ്ട് വന്നു, പക്ഷെ നമുക്ക് നന്നായി ചികിത്സിച്ച് ആ ലക്ഷണങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യാനാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പലപ്പോഴും നമ്മൾ ഇത് കണ്ടുപിടിച്ചാൽ നമ്മൾ സിംറ്റംസിനെയാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലാണ്ട് നമുക്ക് അത് ക്യൂർ ചെയ്ത് നമുക്ക് എടുക്കാനല്ല, കൊണ്ട് നടക്കാനേ പറ്റില്ല. പക്ഷെ പലപ്പോഴും പല രോഗങ്ങൾ, നമ്മൾ ഷുഗറും പ്രഷറൊക്കെ പോലെ നമ്മൾ ആ ഷുഗറും പ്രഷറും കൺട്രോൾ ചെയ്ത് കുറേ നാളത്തേക്ക് മരുന്ന് കഴിക്കണ്ടല്ലോ, നിർത്താൻ പറ്റില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ മരുന്നും നമ്മൾ കുറേ നാളത്തേക്ക് കൺട്രോൾ ചെയ്ത് പോകാം. ഇതൊക്കെ നമ്മൾ ഒരു മൂവ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറയും. മൂവ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലത്തെ മൂവ്മെൻറ്റിന് പ്രശ്നം, കുറവ് മൂവ്മെൻ്റ് ആവാം. ഇതിൻ്റെ ഭാഗത്ത് തന്നെ വേറെ വരുന്ന അസുഖങ്ങളാണ്. ഇതാണ് മൂവ്മെൻറ്റ് ഡിസോർഡർ, ചലന വൈകല്യ രോഗങ്ങൾ എന്ന് വെച്ചാൽ ഡിസ്റ്റോണിയ, ഇങ്ങനെ ബലം പിടിക്കുക, ചില ആൾക്കാരുടെ കൈ ഇങ്ങനെ പോകാം, നമ്മൾ പലപ്പോഴും കാണും. അതൊക്കെ മൂവ്മെൻറ്റ് ഡിസോർഡർ. അതൊക്കെ മരുന്ന് കൊടുത്ത് നമ്മൾ കൺട്രോൾ ചെയ്യുക, അതാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുക. കൺട്രോൾ ചെയ്താൽ ആൾക്ക് നോർമലായിട്ട് വേറെ കുഴപ്പമില്ലാണ്ട് ജീവിക്കാൻ പറ്റും. അപ്പം പാർക്കിൻസൺസിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്നും കൂടി ഒന്ന് പറയാം. പലപ്പോഴും ആൾക്കാർക്ക് നമുക്ക് പാർക്കിൻസൺസ് വരുമോ വരില്ലേ എന്ന് എപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടായിട്ട് ഇത് പാർക്കിൻസൺസ് ആണ്. എല്ലാ വിറയിലും പാർക്കിൻസൺസ് അല്ല, മിക്ക വിറയിലും വേറെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. ടെൻഷൻ തന്നെ കാരണം വിറയിൽ വരാം. അപ്പോൾ അത് നമ്മൾ അതാണ് അതിൻ്റെ അകത്ത് കാരണം. അപ്പോൾ പാർക്കിൻസൺസ് വിറയലിന് പ്രത്യേക കാര്യങ്ങളുണ്ട്. ഡോക്ടറിനെ കണ്ടാൽ ഡോക്ടർക്ക് എളുപ്പമായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ എങ്ങാനും നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും അത് അങ്ങനെ വലിയ കുഴപ്പമില്ല. കാരണം ഇത് നമ്മൾ രോഗിയുടെ സിംറ്റംസിനെയാണ് ചികിത്സിക്കുക. രോഗി നോർമലായ ലൈഫ് ജീവിക്കുന്നുണ്ട്, ഈ അസുഖം ഉണ്ടെങ്കിൽ പലപ്പോഴും ചിലപ്പോൾ മരുന്നും നമ്മൾ തുടങ്ങേണ്ട ആവശ്യമില്ല, നോർമലായിട്ട് ജീവിക്കുന്നുണ്ട്. രോഗിക്ക് എപ്പോഴാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഡെയിലി ആക്ടിവിറ്റീസിന് പ്രശ്നം വരുന്നത്, അപ്പോൾ നമ്മൾ മരുന്ന് തുടങ്ങി അത് കൺട്രോൾ ചെയ്യും. എങ്ങാനും നമ്മളിത് യൂഷ്വലി മരുന്ന് തുടങ്ങി 4-5 വർഷം വെച്ച് മരുന്നുകളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകും. മരുന്നിനോട് പ്രതികരിക്കാണ്ട് വരുമ്പം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ചികിത്സയൊക്കെ ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞ ചികിത്സയൊക്കെ ഉണ്ട്. ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തലച്ചോറിൻ്റെ ഉള്ളിൽ ഒരു ഇലക്ട്രോഡ് വെച്ച് അത് സ്റ്റിമുലേറ്റ് ചെയ്യുക, ഈ കോശങ്ങളും കെമിക്കൽസും ഈ മൂവ്മെൻറ്റ് വരുത്താൻ. അപ്പം ആ മൂവ്മെൻറ്റ് വെച്ചിട്ട് ആൾക്ക് തിരിച്ചും അവരുടെ നോർമൽ ആയിട്ടുള്ള കുറേ ലൈഫ് വരും. അപ്പോൾ ഇത് നമ്മളൊരു നോർമൽ ലൈഫ് സ്പാൻ വരെ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് വെച്ച് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. അപ്പം സാറ് പറയേണ്ടായി പാർക്കിൻസൺസ് പല വിധത്തിലുണ്ടെന്ന്. അത് ഏതൊക്കെ വിധമാണെന്നും സാധാരണയായി കാണപ്പെടുന്നത് ഇതിൽ ഏതാണെന്നും കൂടി ഒന്ന് പാർക്കിൻസോണിസത്തിൻ്റെ ഇതാണ് പാർക്കിൻസൺസ് ഡിസീസ്. ഞാൻ പറഞ്ഞ ഈ ട്രീറ്റ്മെൻറ്റ് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ഇതൊക്കെ എടുക്കുന്നത്. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വേറെ ചുരുക്കങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അത് നമുക്ക് പറയാൻ MSA, PSP അങ്ങനെ പറഞ്ഞ വേറെ കുറേ അസുഖങ്ങളുണ്ട് അതിനൊക്കെ പലപ്പോഴും ചികിത്സ കുറച്ചുകൂടി കുറവാണ്. പിന്നെ ഉള്ളത് എന്താണ്, നമ്മൾ സ്ട്രോക്കുകൾ, രക്തക്കുഴൽ ചെറുതായി ബ്ലോക്ക് ആകുമ്പോൾ തന്നെ സ്ട്രോക്ക്, വാസ്കുലാർ പാർക്കിൻസോൺസ് എന്ന് പറയും. നമ്മുടെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നും കറക്റ്റായി കൺട്രോൾ ആകുമ്പോൾ ചെറിയ രക്തക്കുഴൽ ഓവർ ടൈം ഇങ്ങനെ ബ്ലോക്കായിട്ട് അത് ഭാഗമായിട്ട് വരും. അതിന് ചികിത്സ നമ്മൾ ആക്ച്വലി ഈ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ കൺട്രോളും രക്തം അരിയിക്കുന്ന മരുന്നും അതൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഇതും കഴിക്കാം. അപ്പം ഇതൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഈ പാർക്കിൻസോണിസത്തിൻ്റെ പാർക്കിൻസൺസ് ഡിസീസാണ് ഏറ്റവും കോമൺ. അതിനാണ് കൂടുതലും ഈ ചികിത്സകൾ. മറ്റേതൊക്കെ വേറെ ഭാഗത്തിലായിട്ട് നമ്മൾ മറവി രോഗം ആയിട്ടും ബന്ധമായിട്ട് ഇങ്ങനെ വരാം. രോഗലക്ഷണങ്ങൾ കാണാറുണ്ടോ സാധാരണ? ആ അസുഖം വരുമ്പം നമുക്ക് ആൾക്ക് വിറയൽ അല്ലെങ്കിൽ ആൾ സ്ലോ ആവും മൊത്തത്തിൽ. എന്ന് വെച്ചാൽ ആളിങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് ആദ്യം ശ്രദ്ധിക്കില്ല. പണ്ട് നടക്കുന്ന സ്പീഡ് അത്രയ്ക്ക് ഉണ്ടാവില്ല, പണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന വഴക്കം അത്രയ്ക്ക് ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് ആദ്യം വീഴ്ചകൾ വരാം, എന്ന് വെച്ചാൽ സ്ലിപ്പ് ചെയ്യാൻ വരാം. കാലിൻ്റെ സ്റ്റെപ്പ് നമ്മൾ നടക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റെപ്പ് വെച്ച് ഒരു ഡിസ്റ്റൻസ് ഉണ്ട് 2 സ്റ്റെപ്പും തമ്മിൽ, ആ സ്റ്റെപ്പിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറയും. ഇതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതൊക്കെ അസുഖം വന്നിട്ടുള്ള ലക്ഷണങ്ങൾ. ഇതിനേറ്റവും മുമ്പ് നമുക്ക് ഇത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ വേറെ ആധുനിക ടെസ്റ്റുകളും ഇതുമൊക്കെ കുറേ റിസർച്ചിലുമാണ്, കുറേ ചെയ്യുന്നുമുണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്ത് കണ്ടുപിടിച്ചാലും നമുക്കിത് മാറ്റാനുള്ളൊരു കാര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഭയങ്കര നേരത്തെ കണ്ടുപിടിക്കാൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. നമുക്ക് ചികിത്സയില്ല മാറ്റുന്ന രോഗങ്ങൾ നേരത്തെ കണ്ടുപിടിച്ചാലാണ് ഒരു കാര്യം പൊതുവേ ഉണ്ടാവാറില്ല.
അല്ലെങ്കിൽ ഒരാൾ അത്രയും മെച്ചുവർ ആവണം അത് ഹാൻഡിൽ ചെയ്യാൻ. അതായത് ഈ രോഗം ഐഡന്റിഫൈ ചെയ്താൽ തന്നെ അതിന്റെ കാഠിന്യം കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ മാത്രമേ സാധിക്കുള്ളൂ. നോർമൽ ലൈഫ് നമ്മൾ അത്ര തന്നെയാണ്. ഒരു പ്രായമാകുമ്പോൾ ഒരു 60-70 വയസ്സാകുമ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റും ആ മരുന്നും ഇതും വെച്ച്. പലപ്പോഴും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് നേരത്തെ ഉണ്ടോ എന്ന് ഇത് ചെയ്ത് പല ടെസ്റ്റുകളും ചെയ്ത് ഇത് ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്ക് നോർമലായ ആയാലും നന്നായി ജീവിക്കേണ്ട സമയം ആൾ സങ്കടത്തിലും ഡിപ്രഷനിലും പോകുന്നതാണ് നമ്മൾ യാഥാർത്ഥ്യമായിട്ട് കാണുന്നത്. ഇങ്ങനെയുള്ള രോഗികൾക്ക് ഒരു കൗൺസിലിങ്ങിൻ്റെയും കൂടി ഒരു ആവശ്യം. തീർച്ചയായും എല്ലാ ഇങ്ങനത്തെ അസുഖങ്ങളിലും ആൾക്ക് അതിൻ്റെ ഡോക്ടർ തന്നെ പറയണം. പലപ്പോഴും ഈ ഇപ്പോഴത്തെ ഇന്ത്യയിലൊക്കെ പ്രത്യേകിച്ച് ക്ലിനിക്കുകളൊക്കെ തിരക്കാവുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഇതില്ല. അല്ലെങ്കിൽ നമ്മൾ 1 മണിക്കൂർ തന്നെ സ്പെൻഡ് ചെയ്ത് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ രോഗിക്ക് നല്ല സമാധാനവും നല്ല ഇതും കിട്ടും. ഈ പാർക്കിൻസൺസ് പ്രായമുള്ളവരിലാണല്ലോ കണ്ടുവരുന്നത്. അതിനെന്തെങ്കിലും പ്രത്യേക കാരണം വല്ലതുണ്ടോ? ഇതെല്ലാം പ്രായത്തിൽ കൂടുമ്പോഴാണ് വരുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോശങ്ങളുടെ അളവ് കുറയുമ്പോൾ അതിൻ്റെ കെമിക്കൽസ് കുറയുമ്പോൾ നമുക്ക് ഇത്രയും 100 എണ്ണം വെച്ചിട്ട് ദൈവം വിട്ടിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഇത് 90 വയസ്സിലെ ആൾ പതുക്കിയാൽ നടക്കാം. എല്ലാവർക്കും അത് പതുക്കെ കുറഞ്ഞു വരും. 100, 90, 80, 70 ആവും. ഇവർക്ക് കുറച്ചുകൂടി നേരത്തെ കുറയുന്നു ആ ഏരിയയിൽ. അത് എന്തുകൊണ്ടാണ് ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പാരമ്പര്യമായിട്ട് പാർക്കിൻസൺസ് വരാനുള്ള സാധ്യതയും അങ്ങനത്തെ ചില ടൈപ്പ് പാർക്കിൻസൺസ് ഉണ്ട് പാരമ്പര്യമായിട്ട്. പക്ഷെ അതൊക്കെ നമ്മൾ അത്രയ്ക്ക് കോമൺ അല്ല, മനസ്സിലായോ? കൂടുതൽ നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ടാണ്. ഒരാൾക്ക് ഇപ്പോൾ 100 പേര് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പാർക്കിൻസൺസ് ഉണ്ടെങ്കിൽ അധികം പേർക്ക് അവരുടെ കുടുംബത്തിലൊന്നും ഉണ്ടാവില്ല, മനസ്സിലായോ? ആ ഫാമിലി നമ്മൾ പഠിത്തങ്ങൾ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. അൽഷിമേഴ്സ് എന്ന് പറഞ്ഞ അസുഖം, ആ അസുഖത്തെക്കുറിച്ച് ഇപ്പോൾ ആൽസൈമേഴ്സ് നമ്മുടെ ന്യൂറോളജിയിൽ പറയാമെന്ന് വെച്ചാൽ ഡിമെൻഷ്യ അസുഖങ്ങളുടെ ഗ്രൂപ്പിലാണ് വരുന്നത്. അതിനകത്തിലത്തെ ഏറ്റവും കോമൺ ആയിട്ടുള്ള അസുഖമാണ് ആൽസൈമേഴ്സ് അസുഖം എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ കോമൺ ആയിട്ട് അത് മറവി രോഗമായിട്ട് ആൾക്കാർ ഇത് ചെയ്യും. അതും ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പാർക്കിൻസൺസ് ഡിസീസും അതൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതിന് നമ്മുടെ തലച്ചോറിലത്തെ ഈ കോശങ്ങളുടെ അളവ് കുറയുന്നു, കെമിക്കൽ ഉണ്ടാക്കുന്നത് കുറയുമ്പോൾ ഉണ്ടാകുന്നത്. അത് പ്രായമുള്ള ആൾക്കാർക്ക് അതുകൊണ്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. പ്രായത്തിൽ വരുമ്പോഴാണ്. ചില ആൾക്കാർക്ക് അപൂർവമായിട്ട് യങ്ങറായിട്ടുണ്ടാവും. പ്രായം ഇല്ലപ്പം പ്രായം കൂടുന്നതനുസരിച്ച് ആ ആൽസൈമേഴ്സ് ഇതൊക്കെ വരും. അത് മറവിയാണ് അതിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ലക്ഷണം. ഇതിനും നമുക്കൊരു കൃത്യമായ കാരണമില്ല എന്തുകൊണ്ടാണ് ഈ ആൾക്ക് വരുന്ന മറ്റേ ആൾക്ക് വരാണ്ടിരിക്കുന്നത്, ഒരു കാരണമില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും ബ്രെയിനൊക്കെ നമ്മൾ ഈ ഓട്ടോപ്സിയോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്ത് നോക്കുമ്പോൾ അല്ല ഈ മൈക്രോസ്കോപ്പിൻ്റെ അടിയിലിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പല ഡെപ്പോസിറ്റ്സ്, പ്രോട്ടീൻ്റെ ടോട്ട് ഡെപ്പോസിറ്റ്, ന്യൂറോഫിബ്രിലേറ്റ് ടാങ്കിൾസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എതിരെ മരുന്നുകൾ ഇപ്പോഴും റിസർച്ചിലുമാണ്. കുറേ മരുന്നുകൾ പുറത്തുമുണ്ട്, ഭയങ്കര വില കൂടിയ മരുന്നുകളാണ്. പക്ഷെ അത്രയ്ക്കും ഒരു എഫക്റ്റും അത് ആയിട്ട് ഇപ്പോഴും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്ന ഏരിയയാണ്. കാരണം ഭയങ്കര കോമൺ ആണ് മറവി രോഗം ഒരു പ്രായം കഴിഞ്ഞ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് റിവേഴ്സ് ചെയ്യാന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. ഇപ്പോഴും നമ്മളത് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. പക്ഷേ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊണ്ട് നടക്കലാണ് ഒരു 70. പക്ഷേ ഫുള്ളായിട്ട് തിരിച്ച് അവിടെ വരുന്ന ട്രീറ്റ്മെൻറ്റ് വരാമെന്ന് വെച്ചാൽ ഇതിനൊക്കെ നേരത്തെ കണ്ടുപിടിക്കുന്ന സ്കാനുകളും ഇപ്പം ഉണ്ട് പല സ്ഥലത്തുകളും നമുക്ക് സ്കാൻ. പക്ഷേ കണ്ടുപിടിച്ചാലും നമുക്കൊരു ട്രീറ്റ്മെൻറ്റിന് ഒരു പരിമിതി ഉണ്ടാവാം പല കേസ്. പക്ഷേ എന്നാലും നമ്മൾ ചികിത്സിക്കുന്നതല്ല പറയുന്നത്. പല ആസ്പെക്ട്സ് ഉണ്ട് അത് ചികിത്സിക്കാൻ. ഇവർക്ക് ഡിപ്രഷൻ ഉണ്ടാവാം, മെൻ്റൽ പ്രോബ്ലംസ്, അതൊക്കെ ചികിത്സിച്ചാൽ നല്ല ഇമ്പ്രൂവ് ചെയ്യും, മനസ്സിലായി? ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഹിയറിംഗ് ലോസ് ആയിരിക്കും, ചിലപ്പോൾ അതുകൊണ്ടല്ല കേൾവി ഇല്ലാത്ത ആൾക്ക് ഒരു സ്റ്റിമുലയും കിട്ടുന്നില്ല. അപ്പോൾ ഈ മറവി പെട്ടെന്ന് കൂടാണ് ചെയ്യുന്നത്. നമ്മൾ നോർമലി ഒരാളിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കാണുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ ബ്രെയിൻ നമ്മുടെ ഡെവലപ്പ് ചെയ്ത് ബ്രെയിനിൽ ഒരു സ്റ്റിമുലൈ വരെ ഇത്. അപ്പോൾ കേൾവി ഉണ്ടെങ്കിൽ നമ്മൾ അത് റിവേഴ്സിബിൾ കോസസ് ഒക്കെ നമ്മൾ മാറ്റണം, മനസ്സിലായി? വൈറ്റമിൻ്റെ ന്യൂട്രീഷൻ്റെ കുറവ് അത് മാറ്റും. അപ്പോൾ അതൊക്കെ ആൾക്കാർ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് വരും. അവരുടെ നമുക്ക് ചെറുതാണെന്ന് തോന്നിയാലും പഠിത്തങ്ങൾ അയാൾക്ക് ആ ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഭയങ്കര വ്യത്യാസങ്ങൾ തരുന്ന കുറേ കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് തന്നെ അത് ഒരു മെഡിക്കൽ പ്രൊഫഷണലിനെ കാണിച്ചും അത് തീർച്ചയായും ഫോളോ അപ്പ് ചെയ്യേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ് ഇങ്ങനത്തെ അസുഖം. അതുകൊണ്ട് നമ്മൾ എഴുതി തള്ളാൻ പാടില്ല. അൽഷിമേഴ്സ് പല വിധത്തിൽ കാണുന്നുണ്ട്, ഏതൊക്കെയാണവ? ആൽസൈമേഴ്സ് അത് നമ്മുടെ ഒരു മെഡിക്കലായിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ ആൽസൈമേഴ്സിൻ്റെ പല ടൈപ്പ് ഉണ്ട്. പക്ഷേ ഈ ഡിമെൻഷ്യയുടെയാണ് നമുക്ക് കൂടുതൽ ഇപ്പോൾ ജനങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം. ഡിമെൻഷ്യ പല ടൈപ്പ് ഉണ്ട്. ആൽസൈമേഴ്സ് ഡിമെൻഷ്യ ഉണ്ട്, പിന്നെ പാർക്കിൻസോണിസം വരുന്ന ടൈപ്പ് ഡിമെൻഷ്യ ഉണ്ട്, വാസ്കുലർ, ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രോക്ക് കാരണം മറിവല്ല, പല ചെറിയ സ്ട്രോക്ക് കാരണം മറിവ് വരുന്നുണ്ട്, മനസ്സിലായി? അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. മറ്റേതൊക്കെ കുറച്ചും കൂടി ബുദ്ധിമുട്ടില്ല ഡിമെൻഷ്യ. ആൽസൈമേഴ്സ് ശരിക്കും കുറച്ചും കൂടി എളുപ്പം ഇല്ല ടൈപ്പ് ഡിമെൻഷ്യ. അപ്പോൾ പലപ്പോഴും ആൾക്കാർ പെട്ടെന്ന് മോശമാവുന്നതൊക്കെ ഇങ്ങനത്തെ പാർക്കിൻസോണിസം വെച്ചുള്ള ഡിമെൻഷ്യ, ഇങ്ങനെ മറവി രോഗം പലപ്പോഴും ഇതൊക്കെ വരുമ്പോൾ. ആൽസൈമേഴ്സ് രോഗികൾ പലപ്പോഴും 5-10 വർഷം വലിയ കുഴപ്പമില്ലാണ്ട് ജീവിക്കാം, ഒരു സെറ്റ് പാറ്റേണിൽ സെറ്റ് റുട്ടീനിൽ പോവുക. പലപ്പോഴും ഈ പേഷ്യൻസ് തന്നെ നമ്മുടെ അടുത്ത് കുറേ കഴിഞ്ഞിട്ടാണ് വരിക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ പേഷ്യൻ്റ് ഒരിക്കലും പറയില്ല, പേഷ്യൻ്റ് മാറി നിൽക്കാമല്ലോ. എനിക്കിപ്പോൾ ഒരു ജോലി അറിയില്ല, ഇപ്പം നിങ്ങളുടെ ജോലി അറിയില്ല എന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കുന്നതും ഇത് ഇങ്ങനെ ഇരിക്കാനോ ഒന്നും അറിയുന്നില്ലെങ്കിൽ എൻ്റെ അടുത്ത് വല്ലവരും ചോദിച്ചാൽ ഞാൻ മാറി നിൽക്കാമല്ലോ.
അതേപോലെ തന്നെ ഒരു വീട്ടമ്മ കുക്ക് ചെയ്യാൻ ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടെന്ന് വെച്ചാൽ ബിരിയാണി കുറച്ച് കഴിയുമ്പോൾ അവർ ഉണ്ടാക്കാണ്ടാവും. അപ്പോൾ എന്തായാലും അമ്മ വയസ്സായി, അപ്പോൾ മകളുണ്ടാക്കി. പക്ഷെ ചിലപ്പോൾ അത് കാരണം അതാവില്ല, അമ്മയ്ക്ക് ആ കോർഡിനേഷനും എത്ര ഇടണം, അതിൻ്റെ സീക്വൻസ് അതെല്ലാം മറന്നു പോയിട്ടുണ്ടാവാം. അതുകൊണ്ട് അത് അത്രയ്ക്ക് നന്നായി ചെയ്യാൻ പറ്റുന്നതിന് സ്വന്തം ബോധം. പക്ഷെ അത് പോയി പലപ്പോഴും ആൾക്കാർ പേഷ്യൻസ് കൊണ്ടുവരാന്ന് വെച്ചാൽ അവരുടെ അച്ഛനമ്മേനെയൊക്കെ കൊണ്ടുവരുന്നത് അവർക്കും കൂടി ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ സ്വന്തമായിട്ട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ കുളിക്കാൻ, ഡ്രസ്സ് മാറ്റുന്നതിന്, അല്ലെങ്കിൽ ഒരു ബിഹേവിയറൽ ചേഞ്ച്. അതാണ് വേറൊരു പോയിന്റ്. ഈ ഡിമെൻഷ്യയിൽ മറവി മാത്രമല്ല, സ്വഭാവ വ്യത്യാസങ്ങൾ, പേഴ്സണാലിറ്റി ചേഞ്ച്, പലപ്പോഴും സ്ത്രീകളായിട്ട് അപമര്യാദയായി പെരുമാറുന്നത് അത് തന്നെ ഒരു ഡിമെൻഷ്യയുടെ ലക്ഷണമാവാം. ദേഷ്യം വരണത്, ഡ്രസ്സ് ഊരി ഇത് ചെയ്യൽ, പല കാര്യങ്ങളും അങ്ങനെയും ഡിമെൻഷ്യയുടെ ഇതായിട്ട് വരാം. ബിഹേവിയറൽ പേഴ്സണാലിറ്റി ചേഞ്ച്. ഇതുവരെ നന്നായി ഡിസിപ്ലിനായി ജീവിക്കുന്ന ആൾ പലപ്പോൾ പോയി ലോട്ടറി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക, ആ ലോട്ടറി, ഗാംബ്ലിംഗ് ഇൻസ്റ്റിങ്സ്, അങ്ങനെ പല കാര്യങ്ങളും ഇതായിട്ട് വരാം. അതും ഒരു ഫാക്ടറാണ്. പക്ഷേ സാർ, ഇതെല്ലാം ഒരു കുറച്ചും കൂടി ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുന്ന ലക്ഷണങ്ങളല്ലേ? കാരണം തുടക്കത്തിൽ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന, സാധാരണക്കാരന് മറവി ഉള്ളതുകൊണ്ട് പലപ്പോഴും തുടക്കത്തിൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു താമസം നേരിടാറുണ്ടോ? താമസം നേരിടാറുണ്ട്. അതല്ലേ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമാണ് ആ രോഗീനെ നമ്മൾ ഒരു ഡോക്ടറുടെ അടുത്തോ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. അതുവരെ നമ്മൾ അഡ്ജസ്റ്റ്, പ്രത്യേകിച്ച് ഇന്ത്യൻ ഇതിലൊക്കെ പലപ്പോഴും ഒറ്റയ്ക്കല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രായമാകുമ്പോൾ മക്കളുണ്ടാവും വീട്ടിൽ, മക്കളത് കോമ്പൻസേറ്റ് ചെയ്യും. അത് എന്നിട്ട് അത്രയും പറ്റാണ്ടാവുമ്പോഴാണ് നമുക്ക് ഇത് ചെയ്യുന്നത്. അതന്നെ നല്ല കാര്യമാണ്, ഒരു സപ്പോർട്ട് സ്ട്രക്ചർ ഉണ്ടാവുന്നതും. ഇതും പലപ്പോഴും സായിപ്പിൻ്റെ നാട്ടിലും ഇവിടെയൊക്കെ പോകാമെന്ന് വെച്ചാൽ ഉടനെ ചെയ്ത് ഡയഗ്നോസ് ചെയ്താൽ പിന്നെ ഒരു കെയർ ഹോമോ അങ്ങനത്തെ സ്ഥലത്താണ് അവർ ഇത് ചെയ്യുക. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും ഫാമിലി ആയിട്ടുള്ള ഇൻട്രാക്ഷൻസും കൂടുതൽ ഇതും ഒക്കെ ഇതിന് നല്ല ഹെൽപ്ഫുള്ളാണ്. അൽഷിമേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇത് നിയന്ത്രിക്കാൻ എന്തെങ്കിലും അതിനായ കുറച്ച് കണ്ടുപിടിച്ച മരുന്നുകളുണ്ട്. അത് കണ്ടിന്യൂ ചെയ്താൽ നമുക്കത് കൂടുന്നതിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഷുഗർ, പ്രഷർ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുക. നമ്മുടെ സ്ലീപ്പ് പാറ്റേൺ, നമ്മുടെ ഡയറ്റ് അതെല്ലാം നല്ല ഇതായി കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് മെൻ്റൽ എക്സസൈസസ്, കുറേ ന്യൂറോ സൈക്കോളജിക്കൽ എക്സസൈസസ് ഉണ്ട്. അതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആകുമ്പോഴേക്കുമ്പോൾ ഇത് കൂടുന്ന സ്പീഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതായത് പൂർണ്ണമായിട്ട് നമുക്ക് ഭേദമാക്കാൻ സാധിച്ചില്ലെങ്കിലും അതിൻ്റെ കാഠിന്യം കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പലപ്പോഴും ആൾക്കാർ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പേപ്പേഴ്സ് നമ്മുടെ ജേർണലിലൊക്കെ പറയുന്നത് ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഉറക്കം ചെറുപ്പകാലം തൊട്ട് തന്നെ നന്നായി ഉറങ്ങണം എന്ന് പറയും. ഉറങ്ങിക്കഴിഞ്ഞാൽ ഡിമെൻഷ്യ വരാനുള്ള ചാൻസ് കുറവാണെന്നാണ് ഇപ്പോഴത്തെ പഠിത്തങ്ങൾ പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു 6-8 മണിക്കൂറെങ്കിലും നന്നായി ഉറങ്ങണം, അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട്. മരുന്ന് കഴിച്ചിട്ടും ഇതല്ല, അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് ഉറങ്ങണം എന്ന് വെച്ചാൽ നല്ലതാണ്. എക്സസൈസും ഉറക്കമാണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് പറയുന്നത്. ഈ ഒരു അസുഖത്തിൻ്റെ ഓരോ സ്റ്റേജ് മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഭീകരത കൂടി വരുന്നത് കൊണ്ട് തന്നെ കൂടെ നിന്ന് പരിചരിക്കുന്ന ആൾക്ക് ശരിക്കും ഒരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമില്ലേ? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം. നമ്മൾ പലപ്പോഴും അത് മറക്കും. കെയർ ഗിവർ ബർഡൻ ഭയങ്കര, അതാണ് കെയർ ഗിവർ ബർഡൻ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അവർ ചുമക്കുന്ന അത്രയും ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ അവരുടെ മുമ്പിൽ അവരുടെ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യ എന്ന് വെച്ചാൽ അവരുടെ മുമ്പിൽ തന്നെ ആളുടെ മനസ്സ് പോകുന്നത് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായ കാര്യമാണ്. അയാൾക്കത് കാരണം മാനസിക ബുദ്ധിമുട്ടും അയാളുടെ ആരോഗ്യം നോക്കാണ്ടാവും. അയാൾക്ക് വല്ല അസുഖവും, ഷുഗറും പ്രഷറും, അയാൾ മരുന്ന് കഴിക്കാണ്ട് വരും, അയാളുടെ വ്യായാമം കുറയും. മൊത്തത്തിൽ അത് കാരണം ആ കെയർ ഗിവറിനും അസുഖമാണ് അത് കാരണം. അപ്പോൾ ഈ കെയർ ഗിവറിനെ കൗൺസിൽ ചെയ്യാനും അവരെങ്ങനെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നും നമ്മൾ പഠിപ്പിക്കുന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവരിനെ പറ്റി ഈ രോഗത്തിനെ പറ്റി നമുക്ക് ബോധം കൊടുക്കാനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ കെയർ ഗിവറിനെ നമുക്ക് കുറേയൊക്കെ സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ അസുഖത്തിന് നമ്മൾ കെയർ ഗിവറിനെ ട്രീറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പറഞ്ഞ പോലെ. അതുപോലെ പല സ്ഥലങ്ങളിലും വായിക്കുകയും പല വീഡിയോസ് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ രോഗികളുടെ ഒരു 4th സ്റ്റേജൊക്കെ എത്തുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു തുണിക്കഷ്ണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ഇഴകളായിട്ട് ഇങ്ങനെ വേർതിരിച്ച് വളരെ സൂക്ഷ്മതയോടെ വേർതിരിച്ചെടുത്ത് ഇങ്ങനെ അടുക്കി വെക്കുന്ന ഒരു പ്രവണത. അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് മാത്രം ഇത്രയും സൂക്ഷ്മത കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അത് ഈ പല ഡിമെൻഷ്യസിലും കാണാറുണ്ട്. സ്റ്റീരിയോടൈപ്പ് ബിഹേവിയർ, ഫാഡിസം. നമുക്ക് പ്രത്യേകിച്ച് ഒരു സാധനം തന്നെ, ഒരു OCD എന്ന് വെച്ചാൽ ഒബ്സഷൻസ്, കമ്പൾഷൻസ്, നമുക്കത് ചെയ്യാനിത് അതിന് പ്രത്യേകിച്ച് ഭയങ്കര ബുദ്ധി വേണ്ട. നമ്മൾ റിപ്പീറ്റഡ് ആയ സാധനം അത് നമ്മുടെ ഒരു ഒബ്സസീവ് ആയിട്ടുള്ള ബിഹേവിയർ. അത് ഈ നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ഏരിയയുടെ ഒരു ചുരുങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബിഹേവിയർ. അത് പല ടൈപ്പ് ഡിമെൻഷ്യസിലും ഉണ്ടാവാറുണ്ട്. അത് കോമണാണ്. പ്രത്യേകിച്ച് പല ഭക്ഷണ സാധനങ്ങൾ അത് മാത്രമേ കഴിക്കില്ല, പുതിയ ഭക്ഷണ സാധനങ്ങൾ അതന്നെ കഴിച്ചുകൊണ്ടിരിക്കുക.
മനസ്സിലായി, റിപ്പീറ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ, അത് അവർക്ക് വരുന്ന ഒബ്സഷൻസും തലച്ചോറിൽ വരുന്ന മാറ്റങ്ങൾ കാരണം വരുന്ന ഒരു കാര്യമാണ്. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, അവരിലും ഒരുപാട് പേരിൽ ഈ അൽഷിമേഴ്സ് കണ്ടുവരുന്നുണ്ട്. അതിന് പ്രത്യേകം കാരണം വല്ലതുമുണ്ടോ? അത് നമ്മൾ കോമൺ സെൻസ് വെച്ച് നോക്കാമെന്ന് വെച്ചാൽ ബുദ്ധി കൂടിയ ആൾക്കാർക്കാണ് ഇത് ആദ്യം പിക്ക് ചെയ്യുക, അവരാണ് കൂടുതൽ ഇത് ടെസ്റ്റ് ചെയ്യാൻ പോവുക, മനസ്സിലായി. അപ്പോൾ നമ്മൾ ബുദ്ധി നമ്മൾ കൂടുതൽ ഉപയോഗിക്കാൻ നമ്മളൊരു കുറച്ചും കൂടി പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ റുട്ടീനിലായി കഴിഞ്ഞാൽ നമ്മുടെ ജോലി ചെയ്യുന്നത് റുട്ടീൻ നമ്മുടെ പ്രൊസീജിയറൽ മെമ്മറിയായി മാറും. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ റുട്ടീനായിട്ട് ചെയ്യാം. പുതിയ ബുദ്ധി ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി ഭയങ്കര കുറവാണ് നമ്മുടെ ജീവിതത്തിലൊരു പ്രായം കഴിഞ്ഞാൽ. അതല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സ്പീക്കേഴ്സ് ഒറിജിനൽ ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടാക്കുന്ന അങ്ങനത്തെ ആൾക്കാർക്കാണ് അത്. അവർ കൂടുതലും സൊസൈറ്റിയിൽ തന്നെ മുകളിലുള്ള ആൾക്കാരായിരിക്കും. അവരെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അപ്പം തന്നെ അറിയും. അതാണ് ആൽബർട്ട് ഐൻസ്റ്റൈനിന് വന്നാൽ അപ്പം തന്നെ അറിയും, കാരണം അയാൾ അത്രയും ബുദ്ധി ഉപയോഗിക്കും. പക്ഷെ നമ്മൾ പാടത്തിൽ കിടക്കുന്ന ഒരാൾക്ക് അത്രയ്ക്ക് ബുദ്ധി വേണ്ട, അതായത് കോമൺ. അപ്പോൾ അതിൻ്റെ ഒരു ബയസ് എപ്പോഴും ഉണ്ടാവും നമ്മുടെ ഇത്. പിന്നെ അവർക്ക് കൂടുതൽ ഇങ്ങനത്തെ അസുഖങ്ങൾ കണ്ടുപിടിക്കാനും, കാരണം ഡിമെൻഷ്യയുടെ ഇൻസിഡൻസ് നോക്കാന്ന് വെച്ചാൽ വെസ്റ്റേൺ കൺട്രീസിൽ ഭയങ്കര ഹൈയാണ്. കാരണം അതെന്താണെന്ന് വെച്ചാൽ അവിടെ കൂടുതൽ ടെസ്റ്റും കൂടുതൽ സൗകര്യങ്ങളും ഇങ്ങനത്തെ രോഗങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ ആകുമ്പം നമ്മൾ പ്രായമാകുമ്പോൾ മിക്ക ഫാമിലീസ് പ്രായമായി അതായിട്ട് കാണുക, പ്രായത്തിൻ്റെ ഒരു മറവിയായിട്ട് അത് മാറി ഇത് ചെയ്യും. പാർക്കിൻസൺസ്, അൽഷിമേഴ്സ് ഈ രണ്ട് അസുഖങ്ങളും ഇവ ഒന്നിൻ്റെ ഒരു വശമാണോ വേറൊന്ന്, അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? തലച്ചോറിൻ്റെ കോശങ്ങളുടെ ചുരുക്കം അല്ലെങ്കിൽ അളവ് കുറയുന്നതും കെമിക്കൽസ് കുറയുന്നതും കൊണ്ടാണ്. രണ്ടും ഡിഫറെൻറ്റ് കെമിക്കൽസ് ഡിഫറെൻറ്റ് ഏരിയയിൽ വരുന്നത് കൊണ്ടാണ് രണ്ടിൻ്റെയും സിംറ്റംസ് വേറെ. പാർക്കിൻസോൺസും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വിറയൽ, സ്റ്റിഫ്നെസ് എന്ന് വെച്ചാൽ പിടുത്തം, നമ്മുടെ സ്ലോ ആവുക, നടത്തത്തിലുള്ള ബുദ്ധിമുട്ട്, സംസാരം മുഖം മാസ്ക് പോലെ ആവുക, സംസാരത്തിൻ്റെ വോളിയം കുറയാതൊക്കെ. അൽസൈമേഴ്സ് പ്യുവർ മെമ്മറി ആയിട്ടാണ്. മെമ്മറി എന്ന് പറഞ്ഞാൽ മറവി. നമ്മൾ ഒരു കാര്യം നടന്നു ഇന്നലെ, അത് നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലായി. അപ്പം അതാണ് ആൽസൈമേഴ്സിൻ്റേത്. ആൽസൈമേഴ്സിൻ്റെ വേറൊരു കാര്യം നമ്മുടെ അടുത്ത് കോമൺ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പൊതുവേ ആൾക്കാർ പറയാ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്, പണ്ട് ആൾ വന്നു, പണ്ട് ഇത്. അത് കോമൺ ആയിട്ട് അങ്ങനെയാണ് ഉണ്ടാവുക. കാരണം നമ്മുടെ മെമ്മറിയിൽ കുറേ നാൾ മുമ്പ് സ്റ്റോർ ചെയ്ത കാര്യങ്ങൾ, റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അത്രയും സ്ട്രോങ് ആണ് നമ്മുടെ മെമ്മറി. പൊതുവെ പുതിയ മെമ്മറി ഉണ്ടാക്കാനാണ് ഇവർക്ക് ബുദ്ധിമുട്ട്. പുതിയ മെമ്മറി, അത് മെമ്മറിയുടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. നമ്മൾ അത് റെക്കഗ്നൈസ് ചെയ്ത് അത് ബ്രെയിനിൻ്റെ ഒരു ഭാഗത്തേക്ക് മറ്റേ ഭാഗത്തേക്ക് പോയി അത് സ്റ്റോറിങ് ഫയലിംഗ് ക്യാബിനറ്റ്, ഈ ഫയലിംഗ് ക്യാബിനറ്റിൽ എത്തുന്നില്ല അത്. അതുകൊണ്ട് അത് പുതിയ മെമ്മറീസ് ഉണ്ടാവുന്നില്ല. പഴയ മെമ്മറീസ് കുറേ നാളായിട്ടാണ് നമ്മുടെ ഫയലിംഗ് ക്യാബിനറ്റിലുണ്ട്. അത് അവർക്കപ്പം അത് ലാസ്റ്റാണ് പോവുക, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള മെമ്മറീസ് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആൽസൈമേഴ്സ് പേഷ്യൻസിന് പലപ്പോഴും നമ്മൾ കാണുന്നത് അവരുടെ സ്ഥലം മാറ്റുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടാവും. അവർ 20-30 വർഷം ജീവിച്ച വീടിൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം, കൃത്യമായിട്ട് 6:30 എഴുന്നേൽക്കണം, കുളിക്കണം, സ്വിച്ച് ഇവിടെയാണ്, ഈ ബെഡ് ഇവിടെയാണ്, ബെഡ് തിരിയേണ്ട സ്ഥലം ഇതാണ്, ഇത് തിരിയാൻ എല്ലാം നോർമൽ ഓട്ടോമാറ്റിക്കലി. പുതിയ വീട്ടിൽ അവരുടെ മക്കൾ അയ്യോ അച്ഛന് വയ്യാണ്ടായി എന്ന് പറഞ്ഞ് അങ്ങോട്ട് എടുക്കുമ്പോൾ ഇത് പുതിയ സ്വിച്ച്, ഫുൾ കൺഫ്യൂഷൻ, ഒന്നും അറിയുന്നില്ല, ഇത് ഏതാ സ്വിച്ച്, മൊത്തത്തിൽ ഇതാ മെൻ്റൽ മേക്കപ്പ് പോകുന്നു, സ്റ്റിമുലേഷൻ ഇല്ല, നെയ്ബേഴ്സിന് അറിയില്ല, പുതിയ ഫ്ലാറ്റ്, മറ്റേത് വീടിൻ്റെ ചുറ്റുമുള്ള നെയ്ബേഴ്സ്, അവരായിട്ട് ഇൻട്രാക്ഷൻ എല്ലാം അവർക്കൊരു കുറച്ചുകൂടി കാമിങ്. അപ്പോൾ അതും അതിൻ്റെ ഒരു ഫാക്ടറാണ്. പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ചെറുപ്പകാലങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മയാണ് എന്ന് പൊതുവേ പറയാറുണ്ടെന്ന് സാറ് പറഞ്ഞു. അപ്പോൾ ഈ ചെറുപ്പത്തിലുള്ള ചില ഇഷ്ടങ്ങളുണ്ടാവും, പാഷൻ. ആ പാഷൻ ഈ ഒരു അസുഖത്തിൻ്റെ സമയത്ത് ആ പാഷനുമായിട്ട് കൂടുതൽ ഇടപെടാൻ പറ്റിയാൽ ഈ രോഗി കൂടുതൽ സന്തോഷവാനാവുന്നതായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതൊക്കെ കൂടുതൽ ഈ ന്യൂറോ കോഗ്നിറ്റീവ് ഇതൊക്കെ കുറച്ചും കൂടി റിസർച്ചും ഇതിലെ ഏരിയസിലാണ് നമുക്കത് പഠിക്കേണ്ട വന്നത്. തീർച്ചയായും അത് ഉണ്ടാവാം, കാരണം പ്രത്യേകിച്ച് അവരുടെ ഉള്ളിലുള്ള പാഷൻ അതുതന്നെയാണ് ആദ്യം തൊട്ട് തന്നെ. പൊതുവേ നമ്മൾ രോഗികളുടെ അടുത്തും അവർ നമ്മൾ ചെറുപ്പം ആയപ്പം അവർക്ക് ഇല്ല ബുദ്ധിശക്തിയും, കുട്ടിയാകുമ്പോൾ നമ്മളെല്ലാം ഇട്ട് കിടക്കും. ഇവർ ആക്ച്വലി തിരിച്ച് അവർ കുട്ടിയിൽ ഇതിരിക്കാണ് പോകുന്നത്. പക്ഷെ നമുക്ക് എടുക്കാനും ഇത് ചെയ്യാനും അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് ബാത്റൂമിൽ കൊണ്ടുപോകാനും ഭയങ്കര ബുദ്ധിമുട്ടും, അത്രയും പ്രായത്തിൻ്റെ ഒരു വികൃതിയും മറ്റേത് ചെറുപ്പ കുട്ടിയുടെ ഒരു സ്നേഹവും, രണ്ടും ഏകദേശം അവസാനം ഒന്നുപോലെയാണ്. നമ്മൾ അത്രയും സ്നേഹത്തോടുകൂടി അപ്പോഴും നമ്മൾ അച്ഛനമ്മയും നമ്മൾ ചെറുപ്പത്തിൽ നോക്കിയ പോലെ നമ്മളും നോക്കണമെന്നാണ് അതിനകത്തിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം.